അപ്പോൾ നിങ്ങളൊരു സ്കിന്നി ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മസ്കുലർ ബോഡിയിലേക്ക് നിങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രം പോരാ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്. 2000 കലോറിയിലാണ് നിങ്ങളിപ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗെയിൻ ആവണമെന്നുണ്ടെങ്കിൽ 2500-3000 കലോറിയിലേക്കുള്ള ഹയോൾ. അപ്പോൾ 2026 ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് ഒരുപാട് ആളുകൾ ജിമ്മിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷമെങ്കിലും ബോഡിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, നല്ല മസിൽസ് ഉള്ള ബോഡിയൊക്കെ ആക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഒരുപാട് ആളുകളുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയി കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബോഡി ഉണ്ടാവൂ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ജിമ്മിൽ പോയിട്ട് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യും വേണം, അതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം, പിന്നെ പ്രോപ്പറായിട്ട് നമുക്കൊരു സ്ലീപ്പ്, അതായത് ഡെയിലി ഒരു 7-8 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങും കൂടി വേണം. ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് ജിമ്മിൽ പോയിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ മുന്നേ ജിമ്മിലൊക്കെ പോയിട്ട് ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ബൾക്കിംഗ് ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഇതിൽ എത്രത്തോളം ആ ഒരു ഡയറ്റിൽ എത്രത്തോളം കലോറി ഉണ്ടെന്നുള്ളതും എത്രത്തോളം പ്രോട്ടീൻ ആണുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്കിന്നി ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മസ്കുലർ ബോഡിയിലേക്ക് നിങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കഴിക്കുന്ന കലോറി സർപ്ലസ് ചെയ്യണം. അതായത് നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കലോറിനെക്കാട്ടി കൂടുതലായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 2000 കലോറിയിലാണ് നിങ്ങളിപ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗെയിൻ ആവണമെന്നുണ്ടെങ്കിൽ 2500-3000 കലോറിയിലേക്കുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണം. അതിനാണ് കലോറി സർപ്ലസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മസിൽ റിപ്പയറിനും ഗ്രോത്തിനും വേണ്ടിയിട്ട് പ്രോട്ടീൻ ഇൻടേക്കും കറക്റ്റ് ആക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഡയറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10-15 ദിവസത്തിനുള്ളിൽ നിങ്ങളെ സ്ട്രെങ്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഒരു 30 ദിവസങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങളെ ബോഡിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കറക്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രം പോരാ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്. ഈ ഒരു വർഷം മൊത്തത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകണം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഡയറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്തൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ബൾക്കിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡയറ്റ് ഒരു ബൾക്കിംഗ് ആഗ്രഹിക്കുന്ന, അതായത് ക്ലീൻ ആയിട്ട് ബൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്. അതായത് ഒരുപാട് വാരി വലിച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് ഫാറ്റ് കയറുക എന്നുള്ളതല്ല, പ്രോപ്പറായിട്ട് നല്ല ലീൻ മസിൽ മാസ് ഒക്കെ ഉള്ള രീതിയിലുള്ള അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതി ഡയറ്റ് പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡയറ്റ് വരുന്നത് 3000 കലോറിയാണ്. അതിൻ്റെ കൂടെ തന്നെ 150 ഗ്രാം പ്രോട്ടീനുമാണ് ഒരു ദിവസത്തെ ഈ ഒരു ഡയറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയറ്റിൽ നിങ്ങൾക്ക് 7 നേരം ഫുഡ് വരുന്നുണ്ട്. ചെറിയ ചെറിയ മീലുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രാവിലെ നിങ്ങൾ എണീറ്റ ഉടനെ തന്നെ ഒരു 5 ആൽമണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ എണീറ്റ ഉടനെ തന്നെ അത് 5 എണ്ണം കഴിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു ബനാന കഴിക്കുക, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. ഇത്രയാണ് നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ കഴിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ മീലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് 4 ഫുൾ എഗ് കഴിക്കുക. അത് നിങ്ങൾക്ക് ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഓംലേറ്റ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കൂടെ 2 ബ്രൗൺ ബ്രെഡ്, അതല്ലാന്നുണ്ടെങ്കിൽ 2 ചപ്പാത്തി. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയറ്റ് കറക്റ്റായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് മിൽക്ക്. ഇതാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കേണ്ടത്. ഇതെല്ലാ മീലും നിങ്ങൾ ഒരു 2.5-3 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിങ്ങളെല്ലാം കഴിക്കേണ്ടത്. മൂന്നാമത്തെ മീൽ മിഡ് മോർണിംഗിൽ നിങ്ങൾ കഴിക്കേണ്ടത് ഒരു 200 ഗ്രാം കർഡ്, തൈരില്ല, അതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ്, ആപ്പിളോ പൈനാപ്പിളോ പപ്പായ വാട്ടർമെലോണോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ മിഡ് മോർണിംഗിൽ കഴിക്കേണ്ടത്. പിന്നെ നാലാമത്തെ മീലായിട്ട് ലഞ്ചിന് ഒരു 1.5 കപ്പ് റൈസ് കഴിക്കുക. അതല്ല റൈസ് കഴിക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ 3 ചപ്പാത്തി കഴിക്കുക. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് കഴിക്കുക. അതിൻ്റെ കൂടെ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഒരു 150 ഗ്രാം. അത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യരുത്, കറിയാക്കിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ ഗ്രേവി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചിക്കൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. 150 ഗ്രാം ബ്രസ്റ്റ് പീസ്, ചെസ്റ്റ് പീസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുക. സലാഡ് പോലുള്ള വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുക. പിന്നെ അഞ്ചാമത്തെ മീലായിട്ട് മിഡ് ഈവനിങ്, അതായത് വൈകുന്നേരം നിങ്ങൾ കഴിക്കേണ്ടത് ഒരു ബനാന, അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി. ഇതാണ് നിങ്ങൾ വൈകുന്നേരം കഴിക്കേണ്ടത്. ഈ വൈകുന്നേരം വർക്കൗട്ടിന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരത്തെ ഈ മീൽ കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, വർക്കൗട്ടിന് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ,
പിന്നെ 6ാമത്തെ മീലായിട്ട് ഡിന്നർ വരുന്നത് 1 കപ്പ് റൈസ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ 2 ചപ്പാത്തി, ഏതെങ്കിലും ഒന്ന് കഴിക്കുക. ഒന്നിൻ്റെ റൈസ് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കുക. അതിൻ്റെ കൂടെ ചിക്കന് അല്ലെങ്കിൽ ഫിഷ് കഴിക്കുക. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കുക. അതൊരു 150 ഗ്രാമാണ് കഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ബിഫോർ ബെഡ് അടുത്തൊരു മീലാണ് വരുന്നത് ബിഫോർ ബെഡ്. അത് നിങ്ങൾ ഉറങ്ങുന്നതിനെ കുറച്ച് മുന്നേ എന്ത് ചെയ്യുക, 1 ഗ്ലാസ് മിൽക്ക്, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ, ഇത് കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ നേരെ എന്ത് ചെയ്യേണ്ടത്, ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഡയറ്റ് വരുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കുക, ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എന്നെ അറിയിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഡെയിലി ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീക്കിലി ഒരു 5-6 ദിവസം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡെയിലി ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. 7-8 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു ഡയറ്റ് കറക്റ്റ് 1 മാസം ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിളായിട്ട് നമുക്ക് നിലവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബൾക്കിംഗ് ഡയറ്റാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ ബൾക്കിംഗ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.